ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയമാണ്. ഒട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ നമുക്ക് ആദരപൂർവ്വം ഈശോയെ നമ്മുടെ ഇടയിലേക്കും ഹൃദയത്തിലേക്കും ക്ഷണിക്കാം. രാജാവിഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു. രാജാവിഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ ദിവ്യ സ്നേഹം നുകർന്ന് നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാക്കുന്ന നിമിഷങ്ങളാണ് ആരാധനയുടെ നിമിഷങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. അവയെല്ലാം ഇറക്കി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് ആരാധനയുടെ സമയം. ഏതാനും നിമിഷങ്ങൾ ഈശോയിലേക്ക് നോക്കുക, സ്നേഹത്തോടെ നോക്കുക. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നതിനേക്കാൾ നമ്മുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും എഴുന്നള്ളി വരുവാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, വളരെ മനോഹരമായ ഒരു കോമ്പിനേഷൻ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. 2 കൊറിന്തോസ് 5-ാം അധ്യായം 13-ാമത്തെ വചനം. ഈ മനോഹരമായ ഒരു കോമ്പിനേഷൻ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ദൈവത്തെ പ്രതി ഞങ്ങൾ ഉന്മത്തരാണ്. ദൈവത്തെ പ്രതി ഉന്മത്തർ, എന്നാൽ നിങ്ങളെ പ്രതി ഞങ്ങൾ സമചിത്തരുമാണ്. ഉന്മത്തർ എന്നാൽ സമചിത്തർ. മനോഹരമായ ഒരു കോമ്പിനേഷനാണ്. നമ്മൾ ഈ ആരാധനയിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അർത്ഥം ആഴത്തിൽ ഗ്രഹിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വചനഭാഗം നമ്മുടെ ചിന്തകളെ ഈ ആരാധനയിൽ നയിക്കുവാൻ ഒരു വചനഭാഗം നമുക്കെടുക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വചനഭാഗം. 1 പത്രോസ് 1-ന്റെ 13 മുതൽ 16 വരെ. ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ. യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവിൻ. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന തിരിച്ചറിവോടെ ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ച്
ഹൃദയത്തിൽ ഉറപ്പിച്ച് അത് ജീവിക്കുവാൻ വേണ്ട അഭിഷേകത്തിനും അനുഗ്രഹത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ കാര്യം കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ സമചിത്തരായിരിക്കുവിൻ. സമചിത്തരായിരിക്കുവിൻ. സമചിത്തത നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുവിൻ. പ്രത്യാശയുള്ളവർക്ക് നിരാശ വരത്തില്ല. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നേക്കാം, ഒരുപക്ഷെ അവിടെ പ്രതികരിക്കുന്ന അവസ്ഥകൾ പോലും വന്നേക്കാം, പക്ഷേ നിരാശയിലേക്ക് അവർ വഴുതി വീഴില്ല. പ്രത്യാശയുള്ളവരായിരിക്കും. മൂന്നാമതൊരു കാര്യം കൂടി കർത്താവ് എടുത്ത് പറയുന്നുണ്ട്, ഞാൻ പരിശുദ്ധനാണ്, ആകയാൽ എൻ്റെ മക്കളെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. വിശുദ്ധരായി നമ്മൾ ജീവിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ. ഈ ആരാധനയിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമ്മിൽ ഒരു അഭിഷേകമായി മാറുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിഷേകമായി വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെ പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെ പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെ പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം. കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളേകിടാം. ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം. നിന്റെ നാമം പാവനം, നിന്റെ നാമം പാവനം. കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളേകിടാം. ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം. നിന്റെ നാമം പാവനം, നിന്റെ നാമം പാവനം. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. ഉള്ളിനുള്ളിൽ വചനം പകർന്നു നീ, നിന്റെ പുണ്യപാത തെളിച്ചു നീ. നേർവഴിയിൽ നയിച്ചു നീ. ഈശോയേ പാലകനേ, ഈശോയേ പാലകനേ. കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളേകിടാം. ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം. നിന്റെ നാമം പാവനം, നിന്റെ നാമം പാവനം, നിന്റെ നാമം പാവനം, നിന്റെ നാമം പാവനം. നിന്നെ വിട്ടു ഞാൻ ദൂരെ പോകിലും എന്നെ മറന്നിടില്ല നീ. നിന്നെ വിട്ടു ഞാൻ ദൂരെ പോകിലും
മറന്നിടില്ല നീ. പാപച്ചേറ്റിൽ വീണകന്നീടിലും നിന്നെ തള്ളി പറഞ്ഞകന്നീടിലും എന്നെ കൈവിടിയില്ല നീ. മിശിഹായേ മഹോന്നതനേ, മിശിഹായേ മഹോന്നതനേ, കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളേകിടാം, ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം. നിന്റെ നാമം പാവനം, 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 നിന്റെ നാമം പാവനം. ദൈവത്തിന്റെ പരിശുദ്ധവും പരിപാവനവുമായ നാമം ഉയർത്തി ആ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തോട് നമുക്ക് വിളിച്ചപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളെ ഉന്മത്തരാക്കണമേ, കർത്താവേ, ഞങ്ങളെ സമചിത്തരാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ആരാധന, ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്നത് പോലെ, കരങ്ങളിലായിരിക്കുന്നത് പോലെ ശാന്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സംരക്ഷണ വലയത്തിലായിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം ഉന്മത്തരാകണം. ഉന്മത്തരാകണം, എന്നാൽ സമചിത്തരുമായിരിക്കണം. ഉന്മത്തരാകണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏതാനും ചില വചനഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കെടുക്കാം. എഫേസസ് 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഉന്മത്തരാകണം. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ഉന്മത്തരാകണം. റോമാലേഖനം 12-ാം അധ്യായം 11-ാമത്തെ വചനവും നമുക്കറിയാം. തീക്ഷ്ണതയിൽ മാന്ദ്യം വരരുത്. തീക്ഷ്ണത ഒരിക്കലും നഷ്ടപ്പെടരുത്. നിങ്ങൾ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിന് വേണ്ടി ഉന്മത്തരാകണമെന്ന്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വചനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇത് തന്നെയാണ്. നിങ്ങൾ ഉന്മത്തരായിരിക്കണം, തീക്ഷ്ണതയുള്ളവരായിരിക്കണം. ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണാവസ്ഥ അരുത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവസ്ഥയാണെങ്കിൽ അനുദപിച്ച് തീക്ഷ്ണതയുള്ളവരാകുവിൻ എന്നാണ് കർത്താവ് പറയുക. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏലിയ പ്രവാചകന് ദൈവത്തോടുണ്ടായിരുന്ന തീക്ഷ്ണത എത്രമാത്രമായിരുന്നെന്ന്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാനിവിടെ ജ്വലിക്കുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ദൈവത്തെ പ്രതി ഉന്മത്തതയുള്ളവനായിരുന്നു ഏലിയ പ്രവാചകൻ. 2 തീമോത്തി 1-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ കൈവപ്പ് വഴി നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. വീണ്ടും വീണ്ടും നമ്മൾ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നത്, വീണ്ടും വീണ്ടും നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ജ്വലനം നമുക്കുണ്ടാകാനാണ്. വീണ്ടും വീണ്ടും നമ്മൾ ബൈബിൾ വായിക്കുന്നത്, ധ്യാനം കൂടുന്നത് ഈ ജ്വലനം നമുക്കുണ്ടാകാൻ വേണ്ടിയാണ്. അല്പസമയം നിശബ്ദതയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ജ്വലനം അവിടുന്ന് എനിക്ക് നൽകണമേ. അങ്ങയ്ക്ക് വേണ്ടി ജ്വലിക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ബലിയർപ്പിക്കുമ്പോഴുമെല്ലാം ഈ ജ്വലനം എനിക്കുണ്ടാകുവാൻ അങ്ങ് വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇക്കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നാം അനുദപിക്കേണ്ടവരാണ്. നമ്മൾ കണ്ടല്ലോ, വെളിപാട് 3:19, തീക്ഷ്ണതയില്ലാത്ത വ്യക്തിയാണോ നീ? അനുദപിക്കണം. അനുദപിച്ച് തീക്ഷ്ണമതിയായി മാറണം.
നമുക്കും അതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഏതെല്ലാം വിധത്തിലാണ് നമ്മൾ തണുത്തു പോയത്? ആത്മീയ മന്ദത, മരവിപ്പ് നമുക്ക് സംഭവിച്ചോ? ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ആത്മാവിൽ ജ്വലിച്ചല്ല. ബലിയർപ്പിക്കുന്നുണ്ട്, ആത്മാവിൽ ജ്വലിച്ച് തീഷ്ണതയോടെ ഒന്നുമല്ല. സന്ധ്യാപ്രാർത്ഥന നടത്തുന്നുണ്ട്, വെറും യാന്ത്രികമായിട്ട് അത് നടക്കുന്നു. ബൈബിൾ വായിക്കുന്നുണ്ട്, അത് ഒരാചാരം പോലെ കടത്തിവിടുന്നു. ഇത് പോരാ. ഇങ്ങനെയുള്ള നമ്മൾ അനുദപിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. കർത്താവേ, അങ്ങയുടെ പക്കലേക്ക് തിരിഞ്ഞ് അങ്ങയോട് വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളോട് കരുണ കാട്ടണമേ. അനുതാപത്തിന് കൃപ നൽകണമേ. തെറ്റുതിരുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, തീരുമാനമെടുക്കുന്നു. അവിടുത്തെ സഹായം ഞങ്ങൾക്ക് അതിനാവശ്യമാണ്. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഏതവസ്ഥയും പരിഹരിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ കർത്താവാണ്. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ ഏതെല്ലാം മേഖലയിലാണ് നാം മാറ്റം വരുത്തേണ്ടത് ദൈവം നമുക്ക് പറഞ്ഞു തരും. അത് കേട്ട് അതനുസരിച്ച് നല്ല തീരുമാനങ്ങൾ നമുക്കെടുക്കാം. ആ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അനുഗ്രഹിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഒരു അനുതാപ ഗാനം ആലപിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നാണ് അനുതാപ സ്വരം സ്വർഗത്തിലേക്ക് ഉയരേണ്ടത്. ഹൃദയമാണ് വേദനിച്ച് നമ്മൾ ദൈവത്തോട് മാപ്പപേക്ഷിക്കേണ്ടത്. ഉരുകിയ മനസ്സ്, നുറുങ്ങിയ ഹൃദയം കർത്താവിനെ നിരസിക്കാനാവില്ല. സങ്കീർത്തനം 51:17 വചനത്തിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഉരുകിയ മനസ്സ്, നുറുങ്ങിയ ഹൃദയം കർത്താവിനെ നിരസിക്കാനാവില്ല. കർത്താവെ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ഹൃദയം ഞാൻ ചെയ്തു പോയ പാപങ്ങൾക്ക് വേദനയോടെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ അനുതാപ ഗാനത്തിൽ പങ്കുചേരാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ നാഥാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ, എന്നിൽ നിന്നും തിരികെയെടുക്കരുതെൻ പരനേ. എല്ലാവരും ചേർന്ന് നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ നാഥാ. അല്പസമയം നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. കർത്താവേ, ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ എൻ്റെ കാതിൽ അവിടുത്തെ സ്വരം കേൾപ്പിക്കണമേ. ശരിയായ പാത ഞാൻ തിരഞ്ഞെടുക്കേണ്ടതിന്. കർത്താവേ, ഒരു തീരുമാനമെടുക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സ്വരം എൻ്റെ കാതിൽ കേൾപ്പിക്കണമേ, ഞാൻ ശരിയായ തീരുമാനം എടുക്കേണ്ടതിന്. ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്, വഴി നടത്തുന്ന ദൈവമാണ്. അല്പസമയം നിശബ്ദതയിൽ കർത്താവിൻ്റെ സ്വരം കേൾക്കാം. കാതുകൊണ്ടും ഹൃദയം കൊണ്ടും ദൈവത്തിൻ്റെ സ്വരം കേട്ട് നമുക്ക് അനുഗ്രഹീതരാകാം. തുടർന്ന് ഏതാനും നിമിഷങ്ങൾ നമ്മൾ
സമചിത്തത, ആ ഒരു വലിയ കൃപ വരം നമുക്ക് ലഭിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വികാരപ്രകടനമല്ല ആത്മീയതയ്ക്ക് പ്രധാനപ്പെട്ടത്, കറതീർന്ന ആത്മീയത. വികാരപ്രകടനങ്ങൾ ഒരുപക്ഷെ നമുക്കുണ്ടാകാം, വികാരങ്ങൾ ആവശ്യത്തിലേറെ നമ്മൾ പ്രകടിപ്പിച്ചെന്ന് വരാം. അത് ആത്മീയത തെളിയിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആത്മീയ വളർച്ചയുടെ യഥാർത്ഥ തെളിവുകളെന്ന് പറയാവുന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ വചന വെളിച്ചത്തിൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം ഇഷ്ടം ബലി കഴിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയാൻ സാധിക്കുന്നത്. അതാണ് കറതീർന്ന ആത്മീയതയുടെ ഒന്നാമത്തെ ലക്ഷണം. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ കർത്താവ് തന്നെ, ഉദ്ധിതനായ കർത്താവ് പത്രോസിനോട് പറയുന്നൊരു കാര്യം, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കി നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ പോയി. പ്രായമാകുമ്പോൾ നീ കൈ നീട്ടി നിൽക്കും, മറ്റൊരാൾ നിന്റെ അരമുറുക്കും, നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ നയിക്കുകയും ചെയ്യും. പത്രോസിൻ്റെ ആത്മീയ വളർച്ചയെ കർത്താവ് ചൂണ്ടിക്കാണിക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഉപരിയായി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് വിശ്വാസത്തോടെ സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്നത് കറതീർന്ന ആത്മീയതയുടെ ഒരു ലക്ഷണമാണ്. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതൊരു കാര്യം, നമ്മുടെ സത്യസന്ധത പൂർണ്ണമായിരിക്കണം എന്നുള്ളതാണ്. വല്ലപ്പോഴും സത്യസന്ധമായിട്ട് പെരുമാറിയാൽ പോരാ, വല്ലപ്പോഴും ഒക്കെ നുണ പറഞ്ഞാൽ കുഴപ്പമില്ല, കള്ളത്തരം കാണിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കരുത്. സത്യസന്ധത അത് പൂർണ്ണമാകണം. അങ്ങനെയുള്ളവരുടെ ആത്മീയതയാണ് കറതീർന്ന ആത്മീയത. പ്രഭാഷകൻ 4:28 പറഞ്ഞിട്ടുണ്ട്, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മരിക്കേണ്ടി വന്നാൽ പോലും നുണ പറയരുത്, കള്ളത്തരം കാണിക്കരുത്, വഞ്ചന കാട്ടരുത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് പൊരുതും എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവേ, ഈ വചന സന്ദേശം ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ട കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ട്രാൻസ്പേരൻസി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മറച്ചു വെക്കാനില്ല. ഇവിടെ എത്രയൊക്കെ മറച്ചു വെക്കാൻ നോക്കിയാലും കർത്താവ് കാണാതിരിക്കില്ല. നമ്മൾ ഏത് മുറിയിൽ കടന്ന് കഥ കടച്ച് അതിനുള്ളിലിരുന്നാലും കർത്താവ് നമ്മളെ കാണും. അപ്പം അതുകൊണ്ട് എപ്പോഴും ട്രാൻസ്പേരൻ്റായിട്ട് ആ സുതാര്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വീണ്ടും കറതീർന്ന ആത്മീയതയുടെ ഒരു ലക്ഷണമാണ് ദൈവത്തെ കേന്ദ്രീകരിച്ച് ജീവിക്കുക എന്നുള്ളത്. ഗോഡ് സെൻറ്റേഡ് ലൈഫ്, ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ ജീവിതം. നാം ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവത്തെ അനുസരിച്ചുകൊണ്ട്. അവസാനമായിട്ട് കറതീർന്ന ആത്മീയതയുടെ അടയാളമായി നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ലിവിങ് ആൻ അതർ സെൻറ്റേഡ് ലൈഫ്. മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം. 1 കൊരിന്തോസ് 10 അധ്യായം 24 വചനത്തിൽ നമ്മൾ കാണുന്നതാണ്, നിന്റെ താല്പര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ പരിഗണിച്ച് ജീവിക്കുന്നത്. അല്പസമയം കണ്ണുകൾ അടയ്ക്കുക, മുട്ടുകുത്തേണ്ടവർക്ക് മുട്ടുകുത്താം. നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ, അങ്ങനെ ഉന്മത്തതയും ഒപ്പം സമചിത്തതയുമുള്ള ദൈവമക്കളായി മാറുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും, മറ്റെല്ലാ ആവശ്യങ്ങളും, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവെ, കരുണയുള്ള ദൈവമേ, അവിടുത്തെ ശക്തി ഈ മക്കളുടെ മേൽ അയക്കണമേ. അങ്ങയുടെ നാമം പ്രകീർത്തിച്ച ഈ മക്കള്, അങ്ങയുടെ വചനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത ഇവര്, കർത്താവെ, അവിടുത്തെ സ്പർശനം അനുഭവിക്കട്ടെ. അത് ഇവരിൽ സൗഖ്യമായി മാറട്ടെ, സമാധാനവും അഭിഷേകവുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർ ഓരോരുത്തരെയും ഉന്മത്തരാക്കി മാറ്റണമേ, ആത്മാവിൽ പൂരിതരാക്കി മാറ്റണമേ. ഒപ്പം കർത്താവെ, സമചിത്തത എപ്പോഴും പാലിച്ച് അങ്ങേക്ക് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അവരുടെ ശരീരത്തെ തൊട്ട് സുഖപ്പെടുത്തണമേ, മനസ്സിനെ തൊട്ട് ബലപ്പെടുത്തണമേ, ആത്മാവിൽ പുതുജീവൻ പകർന്ന് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിൽ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും എല്ലാ നിയോഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും